ഒരു ബബിൾ ടീം വാങ്ങി 1 മണിക്കൂറായിട്ട് അതിലുള്ള ബബിൾ കൊണ്ടിരിക്കുക. ഫൈനലി തീർന്ന ഇല്ല, 2-3 ബബിളും കൂടെ ഉണ്ട്. കയ്യിലെടുക്കണ്ടായിരുന്നു, നിന്റെ കൊതിയാ. എന്റെ കൊതി ഞങ്ങളാ ബുദ്ധനെ കാണാൻ പോവാ. എവിടെയാണ് ഇതിന്റെ താലാൻ പേര് ഇവള് പറഞ്ഞു തരുന്നതായി. Big Buddha temple taga. Statue, Big Buddha statue. Big Buddha statue. ഇപ്പോൾ ഇവിടത്തെ സമയം 3:30. ഞങ്ങൾ രാവിലെ കറക്കമൊക്കെ ഇറങ്ങി ശരിക്കും റൂമിലേക്ക് ഗ്രാബിട്ടതാ. ഒരു കയ്യബദ്ധം പറ്റി ഇങ്ങോട്ടൊക്കെ ആയിപ്പോയതാ. മാപ്പിടാൻ അറിയണവര് ഇടാത്ത കാരണം അതിവിടേക്ക് എത്തി, റൂമിലേക്ക് എത്തിയതാ. വലിയ കാര്യത്തിലൊരാള് ക്യാബ് ബുക്ക് ചെയ്തതാ. റൂമിലേക്ക് എത്തുന്നതിന് പകരം നിർത്തിയ സ്ഥലമാണ്. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം. കയ്യബദ്ധം പറ്റിയതാ. എന്റെ പൊന്നമ്മ ചെനിറ്റ് വരുമോ? ഏക്കോഴി, തോക്കോഴി, തീൻകോഴി. വേണ്ടടാ, നോക്കിയാലാ അവിടെ ഒരാള് പട്ടീനെ ഇട്ടേക്കണ്. കുട്ടിയെ പോലെ അല്ലേ? കുട്ടീനെ പോലെ കാണിക്ക്. ഒരു പട്ടിയെ കുട്ടിയെ പോലെ ഇട്ടുന്ന ചേട്ടനെ കണ്ടോ ഗൈസ്? ആ ചേട്ടൻ ഫാൻസൊക്കെ കിട്ടോട്ടെ. നീ ആ ചേച്ചി ചെരുപ്പക്കുരി എന്താ ചെയ്യുന്നത്? ചെരുപ്പക്കുരി എന്തോ ചെയ്യാനുണ്ടെന്ന്. ഇത് മറ്റേ ബുദ്ധിയല്ലേ നമ്മുടെ അവിടെ കാറിൽ കിടന്ന് താഴെട്ടുന്ന ബുദ്ധ അല്ലേ? കിടക്കുന്ന ബുദ്ധ ചൊവ്വാഴ്ച പറഞ്ഞായിരുന്നു തുറക്കോളൂ. മറ്റേ ഷാഡോയിലേക്ക് വില്ലന്മാരെ പോലത്തെ കുറച്ച് രൂപങ്ങൾ കണ്ട് കൊതിയാവുന്നു. എനിക്ക് ഗെയിം കളിക്കാം, വീട്ടിൽ പോകണം, ഗെയിം കളിക്കണം. ഓ ഈ കാശറിന പൊക്കിൽ വീഴ്ത്തണം. എനിക്കൊരു കാശ് തരുമോ? ഒരു രൂപ. അതാ കളി. നിനക്ക് ഇടണോ? ഇത്രയും ബിൽഡപ്പിനെ ഒറ്റ വീഴ്ത്തുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ഫ്രൈഡേ ഓരോ ദിവസം ഓരോ പണതി കച്ചിടുന്നു. അങ്ങനെയാണ് ഇന്ന ദിവസം ഇവിടെ ഇടാൻ പാടില്ല. ഇന്ന് സൺഡേ അല്ലേ? അടിക്കല്ലോ തുടക്കണം. എനിക്കും തുടക്കണം. എന്തോ അത് മണി തിരിഞ്ഞിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മണി വിളിച്ചിട്ട് പ്രാർത്ഥിക്കണോ? മറ്റേ മണി അടിക്കല്ല, മണി തിരിഞ്ഞിക്കൊണ്ട് പ്രാർത്ഥിക്കാനല്ലേ? കണ്ടോ? ഞാൻ പ്രാർത്ഥിക്കട്ടെ. മണി തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നും തിരിഞ്ഞു നിർത്താൻ പറ്റില്ല.
ഞാൻ തിരുമട്ടെ. വേറെന്താ പോലെ ഞാൻ തിരുമട്ടെ. എടാ അത് മണിയാട്ടാ, വേറൊന്നുമല്ല. ഇതെന്താ ചെമ്പാന്നോ? എന്റെ മനസ്സിലെന്താ മണി തന്നെയാ. മണി, നല്ല മണി. കിട്ടില്ല അല്ലേ? അങ്ങനെ നമ്മൾ ടെമ്പിൾ വ്യൂ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉള്ളുകൊണ്ടെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓ ഇതിനകത്ത് ഇനി സംഭവം ആരും ഞാൻ ചെയ്യണം അവിടെ അവർക്ക് ചെയ്തേ പറ്റൂ. ചോദിച്ചു നമ്മൾ നേരെ താഴേക്ക്, പിന്നെ നേരെ മുറിയിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഒരു സാധനം ഒന്നും പക്ഷെ അങ്ങോട്ട് വീഡിയോ കയറ്റില്ലെന്നാണ് ഞങ്ങൾ ഗൂഗിളെല്ലാം വായിച്ചത്. അൽക്കസാർ ഷോ ഐറ്റം ഡാൻസ് കാണാൻ പോകും. ഐറ്റം ഡാൻസ് ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട്, 2 ക്യാബറ ഉണ്ട്. ഒരെണ്ണം ടിഫണി ഷോ, പിന്നെ ഒരെണ്ണം അൽക്കസാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽക്കസർ ഷോ നടക്കുന്ന പ്ലേസിലാണ്. അൽക്കസർ ബേസിക്കലി ഒരു ക്യാബറെ ഷോ ആണ്. തായ്ലൻഡിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആണ് അൽക്കസർ ഷോ. നമ്മളൊരു 6 മണിയായി ഇവിടെ എത്തിയപ്പോൾ 6:30 ഷോ കാണാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റൊക്കെ കിട്ടി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. 6:30 ഷോ തുടങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപ് മാത്രം ഗേറ്റ് ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ ബുക്ക് മൈ ഷോയിൽ കാണുന്ന പോലെ നമുക്ക് സീറ്റ് ചൂസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ എടുത്ത ടിക്കറ്റ് 800 തായ് ബാത്തിൻ്റെ ആയിരുന്നു. ഷോ തുടങ്ങാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഷോ തുടങ്ങാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ ചുറ്റും ഒന്ന് നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു. ദാ അൽക്കസർ ഷോന്റെ പ്രിവ്യൂ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മളെപ്പോലെ തന്നെ വേറെ കുറേ പേരും ഇങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൽക്കസർ ഷോ കണ്ടിട്ട് ബാക്കി വിശേഷം പറയാം. So feelings right, yes tonight on a flight, we'll go. So I'll stop up to y'all, what you ought to do. The stars will be with you, so join them, so join them. I'm missing fantasy. അൽക്കസർ ഷോ കഴിയുമ്പോൾ ഡാൻസേഴ്സ് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കും. അപ്പൊ നമുക്ക് അവരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിനും $3 വീതം കൊടുക്കണം. അപ്പൊ നമ്മൾ അൽക്കസർ ഷോയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോണേ. നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ട്രീറ്റ് പറയാം. സ്ട്രീറ്റ് പറയാൻ പറ്റില്ല, ഇത് റെഡിമെയ്ഡ് അവിടെ ഒരു ഫുൾ എയർപ്ലെയിൻ ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം. അൽക്കസർ ഷോ അവിടെ കഴിഞ്ഞു. അവിടെ നമ്മൾ ഇങ്ങനെ വന്നു. ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. നമുക്ക് കണ്ടപ്പോൾ ഒന്ന് കയറിയാന്ന് വിചാരിച്ചു. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മുതലേ കാണിച്ചു തരാം. മുതലേനൊക്കെ ഗ്രിൽ കോഴിന്നില്ലേ, അതെ 200 തായ് ബാത്ത്.
ഗൈസ് നമ്മൾ മേടിച്ച കോഴി റെഡി ആയിട്ടുണ്ട്. കോഴി റെഡി. മോസ്റ്റ് അഫോർഡബിൾ സാധനം കിട്ടുന്ന എവിടെയാന്ന് തോന്നുന്നു. എല്ലാത്തിനും 10-15 ടൈപ്പാത്തുള്ളൂ. ശരിക്കും നല്ലതാണ്. എനിക്കിതാ തീരുപ്പോ മതി തിന്നത്. Hello. പോണു ചാടി പോണു ചേച്ചി. ഒരെണ്ണം മതി. അങ്ങനെ പറയല്ലേ, 2-3 പിടിക്ക്. Not bite. Yeah, relax. Yeah, not bite. Never bite. Yeah. നല്ല സുണ്ട് കേസ്, നല്ല സുണ്ട്. വെള്ളമുള്ള കേസ് ഭയങ്കര അനുസരണമുള്ള പാമ്പ. അണങ്ങുന്നില്ല പാമ്പോടും. പാമ്പ് സുര. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പാമ്പിനിട്ട് ഷോക്കിൽ നിന്ന് കരകയറാത്തോണ്ട് ഇപ്പൊ മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പൊടി ബിഹൈൻഡ് ദി ക്യാമറയാണ്. ഫേസ് അടിക്കാൻ മടിയായിട്ട് നടക്കുന്നത് കരഞ്ഞു പൊളിച്ച് നാട്ടുകാരെ മൊത്തം നോക്കി നടക്കുന്നത്. ഞാനതിനെ കഴിച്ചിട്ടപ്പോ ഭയങ്കര ഡയലോഗ് പറഞ്ഞ ആളാ. എനിക്ക് തോന്നിയായിരുന്നു എനിക്ക് കൈകിടന്ന് കറങ്ങിയതാ അത്. പക്ഷെ വെള്ളം കൊള്ളാട്ടോ, വെള്ളക്ക് ഭയങ്കര അനുസരണ. മറ്റേത് കൊടുക്കണത് നല്ല രസമാട്ടോ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് ആണ്. കുറേ നേരെ ഇടാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഓൺലി 50 ടൈപ്പ്. പക്ഷെ എല്ലാവരും പെട്ടെന്ന് എടുത്തോളാൻ പറയും. ഇങ്ങനെ ഇവന് കുഴപ്പമില്ല, ഷർട്ട് ഉള്ളതാണ്. എനിക്ക് എന്റെ പേത്തുപാടെ ഇങ്ങനെ എഴുതി ഒന്നാമത്, പിന്നെ അത് എന്റെ മുഖത്തേക്ക് എന്നെ നോക്കി വിട്ടിരുന്നു, കൊത്താൻ വരുന്ന പോലെ. പക്ഷെ വെള്ളപ്പാമ്പ് സൂപ്പറാണ്. വെള്ളപ്പാമ്പ് ഇനി നമുക്ക് ഈറ്റിംഗ് ക്രോക്കഡൈൽ. ഫോളോ മീ അശ്വതി, ഫോളോ മീ. എടാ, ഈ പുറമെ പരിക്കനായിട്ട് തോന്നുന്നവര് അകത്ത് സോഫ്റ്റ് ആന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും ചിലപ്പോ ക്രോക്കഡൈൽ അല്ലേ? അതെ അതെ, ഞാൻ ഭയങ്കര ഹാർഡാണ്, നീ ഭയങ്കര സോഫ്റ്റ് ആണ്. അല്ലേ, നീ പുറമെ എന്നെ പട്ടിഷ്ടായാണ്, എന്നെ ധൈര്യശാലി. അല്ലെ, ഇവിടെ എന്നോട് പറഞ്ഞേ ഞാൻ പാമ്പിൽ ഇടൂ നിന്ന്. അവിടെ ചെന്നപ്പോ മറ്റേ വേണ്ട വേണ്ട, ഇത് സെൻസർ ചെയ്യേണ്ടി വരും. ഒന്നും മിണ്ടുന്നില്ല. അയ്യോ, മുതലെവിടെയായിരുന്നു? കാണാൻ എവിടെ? Guys, we lost. We can't find the mudala. Where is it? ഇവിടെയാണോ? അതൊന്നും പോയില്ല. ഇവിടെയാ, ഇങ്ങോട്ട് വാ. Come here. എടാ, എന്റെ വീഡിയോ ഇടണ്ടടാ. അത് പറ്റൂ, അത് എടുക്കാൻ. എടാ, എല്ലാവരും എന്നെ നോക്കി ചിരിക്കരുത്. ചിരിക്കുവായിരുന്നോന്നോ? അവിടെ മലകളുണ്ടോ? ആരൊക്കെ പറഞ്ഞു എന്നാ ഒരു ധൈര്യം ആന്റിക്കുന്നു. അതെ മുതല. നമുക്കിനി മുതല റെക്കോർഡ് ചെയ്യാം. ശേ, മുതല കഴിക്കാം. പല്ലിന് നല്ല മൂർച്ചയാണ്, അത് കടിച്ചാൽ അതിന്റെ പല്ല് കൊണ്ടാണ് ഓട്ടയായി പോയി. ആ മുതലേനെയാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ പുറത്ത് പരിക്കനായവർ അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മുതലയുടെ കാര്യത്തിൽ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നിന്റെ ചിരി കണ്ടിട്ട് ആള് ചിരിക്കുന്നത്.
ഇപ്പൊ എന്ത് സമാധാനം? എനിക്ക് ആ ഒരു മെയ്ത്തുനിന്ന് പാമ്പഴയണ പോലെ ഇപ്പോഴും തോന്നുന്നു. കുറച്ചേരം ഉണ്ടാവും, എനിക്കും ഉണ്ടായി. ആണോ? പക്ഷെ നിനക്ക് കുഴപ്പമില്ലായിരുന്നു. ആലോചിച്ചു നീ ഷർട്ടൊക്കെ ഇത് പോയ പച്ച അവിടെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. 80 ടൈപ്പാണ്. ഇന്ന് ഫോക്കസ് ചെയ്തേക്ക്. പൈസ നമ്മള് എൻട്രൻസിൽ കണ്ടതിന് ഭയങ്കര കത്തി വിലയാണ് അവര് പറഞ്ഞത്. സ്മോളിൽ 200 രൂപ. സ്മോളിൽ 200 തൈബാത്ത്. ഇവിടെ കുറച്ച് ലാഭത്തില് കണ്ടു. എനിക്ക് ഇത് ഏറ്റവും മുതലയുടെ കുഞ്ഞാണ്, വലിയ മുതലേ. ഇത് മുതൽ തന്നെയാണെന്ന് എന്താ പുറത്ത് മാത്രല്ല മുതലെടുത്ത് ആലോചിച്ചിട്ടുള്ളൂ. അവിടെ ശരിക്കും ഫ്രൈ ചെയ്യണത് കാണിച്ചായിരുന്നു. അല്ല, അതും കിടന്ന് കറങ്ങണല്ലേ, അവിടെ നിന്ന് മുറിച്ചാൽ കുഴപ്പമുണ്ടോ? അവിടെ മുറിച്ച് വെച്ചേക്കുമല്ലേ. സോ മുതൽ എന്താ അറിയത്തോണ്ട് കുഴപ്പമില്ലാതെ കഴിച്ച് പരീക്ഷിക്കാം. ഷീമാട്ടി എന്നൊക്കെ പറയണ്ട ഇവിടെ. ഇവിടെയാണ് ഷീമാട്ടി എന്ന് തോന്നുന്നു. പിന്നെ ഒരു കോമഡി ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലുണ്ടല്ലോ, ഒരു സൈഡ് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഉണ്ട്. ഇവിടെ ഏതോ മലയാളിയുടെ ആണോ ആണെന്ന് തോന്നുന്നു. നമുക്കത് ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാട്ടാ. അവിടെ തരാട്ടാ. സ്റ്റേയുടെ കാര്യം, സ്റ്റേ എവിടെയായിരുന്നു, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പോഡി ഒരു ഡീറ്റെയിൽ ഐറ്റിനറിയിൽ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, അല്ല ഇടുന്നതായിരിക്കും. കാരണം ഞാൻ പ്ലാനിങ് ഇൻക്ലൂഡർ അല്ല. ഞാൻ ആകെ പ്ലാൻ ചെയ്തത് റൂട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാം നോക്കിയതാണ്. ഞാൻ പിന്നെ ബിഹൈൻഡ് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ബാക്കിന്റെ മൊത്തം ഉള്ള ഞാൻ ഫ്രണ്ട് എൻഡ് ആകും. നമ്മൾ ഓർമ്മ പറഞ്ഞിട്ടുള്ളൂ. ആ ചേട്ടൻ നമ്മളെ മുമ്പ് വന്ന ബി പേഷ്യന്റ് മാൻ. നിങ്ങൾ ഒരു വക കേരളത്തിലെ പോകാൻ കാണിക്കരുത്. എന്തോരം ആക്കാനാണല്ലോ ഇപ്പോഴും. അത് കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട് എന്തായിരിക്കണം അവിടെ. All my friends and families watch this. കണ്ട കേസ് മുതലിടന്ന് വേവുന്ന കണ്ട ഞാൻ കാണിച്ചുതരാം ക്ലോസപ്പിൽ. മുതല വറക്കുന്ന ചേച്ചിനെയും കാണിക്കണം. നൈസ്. കാറ്റ് വന്ന് മുടിയൊക്കെ അവളുടെ തട്ടത്തിലും മുടിയിലേക്ക് തട്ടിത്തറിഞ്ഞു പോകുന്നുണ്ട്. എന്റെ സാറേ, നൈസാ ഭാഗ്യമുണ്ട് ഇവർക്ക് നമ്മൾ ഭാഷാരത്തോണ്ട്. ഇവിടെ കിടന്ന് എന്തെങ്കിലും ഇവർക്ക് മനസ്സിലുണ്ടാവില്ല. പക്ഷെ അവിടെ ഇടയ്ക്ക് മലയാളം ഉണ്ടോ, ഇടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും യെസ് അവൻ മലയാളിയാണ്. ഞങ്ങളെ ചിലത് അല്ല പറഞ്ഞ ബാക്കി പറഞ്ഞേ എന്നാ ധൈര്യം ആന്റിയുടെ ബാക്കി പറയണ്ടേ. ഒരുത്തന്നെ കേട്ടോ 3-4 പേരുണ്ടേ. അവരൊരിക്കുന്നു നമ്മളെ പോലെ തന്നെ ഈ പ്ലാനൊന്നും ഇല്ലാണ്ട് വന്നാക്കാരാന്ന് തോന്നുന്നു. സെപ്പറേറ്റ് പാക്കേജ് എടുക്കേണ്ട വന്നാക്കാരാന്ന് തോന്നുന്നു. ഞങ്ങളും പാക്കേജ് ഇല്ല കേട്ടോ, ഞങ്ങൾ ഓൺ പാക്കേജ് ആണ്, ഡിസൈൻ ചെയ്തെടുത്ത പ്ലാനാണ്. ആക്ച്വലി ഈ സാധനം ഞങ്ങളുടെ ലിസ്റ്റിലേ ഇല്ല ഇങ്ങനെ ഒരു സാധനം. ഇത് മഞ്ഞ വഴി കണ്ടോണ്ട് കയറിയതാ. നിങ്ങൾ അൽക്കസർ ഷോന് പോവാണെങ്കിൽ അൽക്കസർ ഷോ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു ഫ്രണ്ടല്ല, ഒരു ഇച്ചിരി മാറിയിട്ട് ഫ്രണ്ടില് ഇതൊരു സാധാ സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു ചുമ്മാ ഡിസൈൻ ചെയ്തെടുത്ത കുറച്ച് മാർക്കറ്റ് പോലെ തോന്നുന്നു. കുറച്ച് വലിയ ഏരിയ എടുത്തിട്ട് ഫുഡ് സ്ട്രീറ്റ്. അതെ, പക്ഷെ എങ്ങനല്ലേ ഫുഡ് ഹോട്ടലല്ല, സോറി ഫുഡ് ഹോട്ടലല്ല, അവിടെ എല്ലാം ഉണ്ട്. കുറെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതെല്ലാണോ ഇറച്ചിയോ? ഈ സാധനം പെൻറ്റൊന്ന് കടിക്കണല്ലേ? ഞാൻ തൊട്ടു. ഈ സാധനം പെൻറ്റൊന്ന് കടിക്കണല്ലേ? ഇത് ഒറിജിനൽ തന്നെയാണോ? നല്ല മൂർച്ചയുണ്ടല്ലേ ഈ പല്ലിപ്പോഴും. ഈ ചത്ത മുതലയുടെ സാധനം എന്നാണ് പോകുന്നത്? ദ്രവിച്ചു പോണേ. അത് ദ്രവിച്ചു പോകത്ത്. ഈ മുതലൊക്കെ ഇന്ന് കൊന്നായിരിക്കും. ചിലപ്പോ ഇനി ഇന്ന് കൊന്നായിരിക്കും രാവിലെ. ഇത് നോക്കൂ, ഇത് നോക്കൂ, ഇതാണ് മെയിൻ സാധനം. എത്ര മനോഹരം നിൽക്കുന്നു നോക്കി. എന്താ crocodile.
ഇത് ക്യാബേജാ? ക്യാബേജല്ല, കസാന. ഇത് മച്ചനൈസ്. മതിലാ. പരിസ്ഥിതി നിനക്കുണ്ട്, കഴിച്ചോട്ടോ. എന്നൊന്നും പറഞ്ഞ നീ ടു സ്റ്റിക്ക് 480 ആണ്. തേർഡ് ക്വാളിറ്റി മുതലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ 200. അത് പ്രീമിയം മുതലേ, അതായത് പ്രീമിയം പൂളിലെ കടന്ന മുതലേ, അതായത് ലോക്കൽ കുളത്തിൽ വന്നു. നല്ല കട്ടിയില്ല ചൂടെന്താ വയനൂതി പുക പോണ്ടെന്ന് നീ വരില്ല, നല്ല കാറ്റുണ്ട്. കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ കൊള്ളാം, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പെപ്പർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയാ, ഒരു ബീഫിന് പന്നീരുണ്ട ഇറച്ചിയില്ല, കഫീനാണ്. കുറച്ചിരുന്ന് ചവയ്ക്കണം, പിന്നെ ഒരു പന്നീരുടെ പിന്നെ ചിക്കൻ എല്ലാം കൂടി ഉണ്ട്. കൊള്ളാം. പിന്നെ മുതലേക്ക് നിന്നെ മറ്റേ സ്പ്രേ അടിച്ച് വെക്കാൻ പറ്റൂ. മണമൊക്കെ ഉണ്ടോ? ഇറച്ചിയുടെ മണോ? ആയ പറഞ്ഞ ബീഫിലായിട്ട് പന്നിക്കുണ്ടായിട്ട് ഇറച്ചി വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, മണമുണ്ട് കേട്ടോ. കണ്ടോ കുഴപ്പമില്ല. നീ വല്ലാണ്ടൊന്നും നീ കഴിക്കുമ്പോ മുതലേനെ ഓർമ്മ വരുന്നു. അത് കാരണം എന്തോ കേട്ടോ. ഇതാണ് തായ് ടീ. റൈറ്റ്.